സോഷ്യൽ മീഡിയക്ക് എടുത്തു നോക്കിയാൽ ഇന്ന് നമുക്ക് കാണാം പരിശുദ്ധമായ ഇസ്ലാമിനെ കളിയാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. ഖുർആന്റെ ആയത്തുകള്, ഖുർആന്റെ സന്ദേശങ്ങള്, ഇത്രത്തോളം വലിയ സന്ദേശമാണ് അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനൊക്കെ നമുക്ക് നൽകുന്നത്. ഈ ഖുർആനിന്റെ ആശയങ്ങളെ, ആദർശങ്ങളെ, സന്ദേശങ്ങളെ കളിയാക്കുന്ന ഒരുപാട് ആളുകളെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ കാണാം. വിശുദ്ധ ഖുർആനെ എത്രത്തോളം കളിയാക്കാൻ പറ്റുമോ അത് മുഴുവനും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആനെ എവിടൊക്കെ താഴ്ത്താൻ പറ്റുമോ അതൊക്കെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ വിശുദ്ധമായ ഖുർആനിനെ താഴ്ത്തുമ്പോൾ ആ വിശുദ്ധ ഖുർആനിന്റെ പ്രൗഢിയും പത്രാസും ഉയരുകയാണ് എന്ന് ഈ താഴ്ത്തുന്നതും കളിയാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവരൊക്കെ കളിയാക്കും, അവർ പരിഹസിക്കും. പക്ഷേ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നതിന്റെ പുറമെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രൗഢിയും പത്രാസും വർദ്ധിക്കുക എന്നല്ലാതെ വിശുദ്ധ ഖുർആൻ ഒരു പോറൽ പോലും ഏൽപ്പിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുന്നുണ്ട്, വിശുദ്ധമായ ഖുർആനിനെ ഇറക്കിയത് ഞാനാണെങ്കിൽ, ആ വിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് ഞാനാണ്, അതിനെ സംരക്ഷിക്കാനും എനിക്ക് കഴിയുമെന്ന്. എന്നാൽ നോക്കൂ, കഴിഞ്ഞ ദിവസം ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആ ഒരു നിരീശ്വരവാദി വലിയ ഫേസ്ബുക്ക് എടുത്തിട്ട് അതിനകത്ത് വലിയ തംബ്നെയിലൊക്കെ എഴുതി, അതിൽ വലിയ കണ്ടന്റ് ഒക്കെ എഴുതി, ലണ്ടനിലേക്ക് ഞാൻ പോവുകയാണ്, അവിടെ ഇസ്ലാമിനെ കുറച്ച് ആളുകൾ വളരെ ഇസ്ലാം ഭ്രമം പിടിച്ച ആളുകളുണ്ട്, ഞാനത് ചെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശത്തോടു കൂടെ ഇവിടുന്ന് ലണ്ടനിലേക്ക് പോയതാണ് ആരിഫ് ഹുസൈൻ. അവിടെ ലണ്ടൻ സ്പീക്കേഴ്സ് കോർണറിൽ വെച്ചിട്ട് അവിടെ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ ഇസ്ലാമികമായി, ചരിത്രപരമായി, ഇസ്ലാമിക ആശയങ്ങളുമായി, വിശുദ്ധ ഖുർആനുമായിട്ട് വളരെയധികം പാണ്ഡിത്യമുള്ള അദ്നാൻ റാഷിദ് അടക്കം ഹാഷിമി എന്നടക്കമുള്ള പേരുള്ള രണ്ട് നേതൃത്വങ്ങൾ അവിടുത്തെ ആ ഒരു കോർണറിന്, ആ ഒരു സ്പീക്കേഴ്സ് കോർണറിന് അവിടുന്ന് നേതൃത്വം കൊടുക്കുന്നവർ, അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആരിഫ് ഹുസൈൻ മുട്ടുമടക്കിയെന്ന് മാത്രമല്ല, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, വിശുദ്ധമായ ഖുർആനിന്റെ സ്വന്തം മക്കളെ അവിടെ നിന്ന് ബന്ധപ്പെടാൻ, ശാരീരികമായി ബന്ധപ്പെടാൻ അനുവാദം കൊടുത്തിട്ടുള്ള ആയത്തുണ്ട് എന്ന് ആരിഫ് ഹുസൈൻ അവിടുന്ന് കള്ള പ്രചരണം നടത്തുകയുണ്ടായി. ഈ പ്രചരണം നടത്തിയ സമയത്ത് അവർ ചോദ്യം ചെയ്യാൻ, നിങ്ങൾ പറഞ്ഞ കാര്യം എവിടെയാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവസാനം 15 മിനിറ്റോളം ആരിഫ് ഹുസൈൻ നിന്നിട്ട് ഇങ്ങനെ തപ്പാണ്, ആകെ തപ്പി അവസാനം അവനക്കൊന്നും ലഭിക്കുന്നില്ല. തപ്പിയ 15 മിനിറ്റും കഴിഞ്ഞപ്പോ അവൻ പറയാണ്, എന്റെ മൊബൈൽ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല, നെറ്റ് തീർന്നിരിക്കുകയാണ്. അവര് പറഞ്ഞു, റാഷിദ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ പറഞ്ഞു, എന്റെ ഫോൺ ഞാൻ നിങ്ങൾക്ക് തരാം. അദ്നാൻ റാഷിദ് പറയാം, നിങ്ങൾക്ക് എന്റെ ഫോൺ ഞാൻ തരാം, നിങ്ങൾ കാണിച്ചു തരും, എന്റെ ഫോൺ തരാം, നിങ്ങൾ നോക്ക്, ഗൂഗിളിൽ നോക്ക്, ഇതിൽ ചാറ്റ് ജിപി ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നോക്ക് എന്ന് ആ മനുഷ്യൻ ആരിഫ് ഹുസൈനോട് പറയാണ്. ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഓൺലൈനിൽ മറുപടി തരാം, ഇപ്പൊ നിങ്ങളെ വിട്. അവിടുന്ന് വിറങ്ങലിച്ച് ഓടിപ്പോയി ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ. അവരൊക്കെ വിശുദ്ധമായ ഖുർആൻ കൊണ്ടാണ് കളിച്ചത്. ഈ പറയുന്ന ആരിഫ് ഹുസൈനെക്കാളും ഏറ്റവും വലിയ ആളുകളൊക്കെ വിശുദ്ധമായ ഖുർആനിനെ കളിയാക്കിയിരുന്നല്ലോ, വിശുദ്ധമായ ഖുർആനിനെ അവഹേളിച്ചിരുന്നല്ലോ. എന്നിട്ടൊന്നും അവർക്ക് പരാജയപ്പെടുക എന്നല്ലാതെ അവർക്കൊന്നും വിജയത്തിന്റെ കൊടി നാട്ടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. വിശുദ്ധമായ ഖുർആനെ വെല്ലുവിളിച്ച ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഒരായത്ത് കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? എന്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടും അവർക്ക് അതിന് സാധിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിനാര് തന്നെ അതിനെ എതിർത്താലും കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും അതിനാരൊക്കെ നിരാശപ്പെടുത്തുന്നുണ്ടോ, നിസ്സാരമായി കളയുന്നുണ്ടോ, അവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരു സമയത്ത് നമുക്കറിയാം, നമ്മൾ ചൂണ്ടയിട്ട് കൊടുക്കുമ്പോ ആ ഇരങ്ങനെ കൊളുത്തിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കൊടുത്താൽ മീനോട് അത്രക്ക് വലിയ സ്നേഹമുള്ളത് കൊണ്ടാണോ? അതിങ്ങനെ അയച്ചയച്ച് നമ്മളിങ്ങനെ കൊടുക്കും, ഭക്ഷണം കൊടുക്കുകയാണോ? നമ്മൾ അവസാനം പിടിച്ചിട്ടൊരു വലിയുണ്ടല്ലോ എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ആരിഫ് ഹുസൈൻമാരെ വലിക്കുന്ന ഒരു സമയം വരാനുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ഇതേപോലത്തെ ഒരുത്തനായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മനുഷ്യനുമായി സംവാദം നടത്തിയ ഒരാൾ. അദ്ദേഹം പറയാണ്, ഖുർആനിലെ ആ ഒരു ചില ആയത്തുകളൊക്കെ നീക്കാൻ വേണ്ടി കോടതി അവിടെ നിന്ന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ കോടതിക്കെതിരെ കള്ളപ്രചരണം നടത്തിയത് കൊണ്ട് 50,000 രൂപ പിഴയിട്ടപ്പോ ആ മനുഷ്യൻ പറയാണ്, എനിക്കിത് വാട്സപ്പിൽ നിന്ന് കിട്ടിയ ന്യൂസാണ്. അദ്ദേഹത്തിന് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആ മനുഷ്യൻ കൊടുത്തൊരു മറുപടിയുണ്ട്, വിശുദ്ധമായ ഖുർആനിനെ ഇങ്ങനെ
അങ്ങനത്തെ ആശയങ്ങളെ കൊണ്ട് നിങ്ങൾ കളിയാക്കി നടക്കണ്ട. നിങ്ങൾ വാട്സപ്പിൽ നിന്ന് കിട്ടുന്ന മെസ്സേജുകൾ എടുത്തിട്ട് നിങ്ങൾ വിദ്വേഷം തുപ്പരുത്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കരുത്, പരത്തരുത് എന്ന് ആ ഹൈന്ദവനായ മനുഷ്യൻ പോലും പറയുന്നത് കേട്ടപ്പോ സത്യം പറഞ്ഞ കൽബിനകത്ത് വല്ലാത്ത സന്തോഷം തോന്നിയത്. എന്നിട്ടും ഈ മുസ്ലിം പേര് മുസ്ലിം നാമധാരികളായി ജനിച്ച ഇവർക്കൊന്നും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും വലിയ സങ്കട കാഴ്ച. ആ മനുഷ്യന്മാർക്ക് മുമ്പിൽ അദ്നാൻ റാഷിദിന്റെയും ഹാഷിമിന്റെയും മുമ്പിൽ കടന്നിട്ട് ഈ പൊട്ടൻ അവിടുന്ന് കടന്നിട്ട് വരകാണ്. എന്നിട്ട് പോലും തിരിച്ചറിയുന്നില്ല ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്, എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എന്റെ വിശ്വാസത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ആ മനുഷ്യൻ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഇതിനെ കുറച്ച് മുമ്പേ ആയിട്ട് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോയി. ഇസ്രായേലിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും മുസ്ലിമിന്റെ എതിർപ്പുള്ള ആളുകളാണെന്ന് വിചാരിച്ച് അവിടെ പോയിട്ടും ആ ആളുകളിൽ നിന്ന് സ്വന്തം പ്രസവിച്ച ഉമ്മയ്ക്കും ജനിപ്പിച്ച വാപ്പയ്ക്കും വരെ അവർ കമന്റിലൂടെ വിളിച്ചിട്ടുണ്ട്. ആ ഒരു മനുഷ്യനെ ആട്ടിപ്പായിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന്. അവന്റെ വിചാരം എല്ലാ ആളുകളും അവനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവിടെ കുറച്ച് സംഘികൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേ എത്ര പോയിട്ടും കാര്യമില്ല. വിശുദ്ധമായ ഖുർആൻ കൊണ്ട് ആരൊക്കെ കളിക്കുന്നു, ആരൊക്കെ കളിയാക്കുന്നു, അവരൊന്നും എന്റെ പ്രിയമുള്ളവരെ പിന്നീട് ലോകം കണ്ടിട്ടില്ല. അവരൊന്നും സമാധാനത്തോടു കൂടെ ജീവിച്ചിട്ടില്ല. നോക്കൂ, നീ നമുക്കറിയണം, നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനത്തെ ഓരോ പുത്തൻവാദികളുടെ പ്രശ്നങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ പ്രചരിപ്പിക്കാൻ ഇന്ന് ഒരുപാട് ആളുകൾ മുമ്പിലുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്ന് സോഷ്യൽ മീഡിയ എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളാണ്. അവരിങ്ങനത്തെ കണ്ടാൽ, അവരിങ്ങനത്തെ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാത്ത മക്കൾ അതിലേക്ക് പോയി പോകുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം, തിരിച്ചറിയണം. നമ്മുടെ കുട്ടികളെ ഇങ്ങനത്തെ ഈ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് നമ്മുടെ വിശ്വാസങ്ങൾ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഖബർ സിയാറത്ത് പാടില്ല, അതേപോലെ തന്നെ ഖുർആൻ ഓതാൻ പാടില്ല, അതൊക്കെ ശിർക്ക്, ഖബർ സിയാറത്ത് ശിർക്കാണെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവരൊക്കെ തന്നെയാണ് അവസാനം ഇതുപോലുള്ള വാദങ്ങളിലേക്ക്, പല പല വാദങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടികൾക്ക് നല്ല തൗഹീദിന്റെ വഴികൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് ആദ്യം നമുക്കതറിയണം. നമ്മൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അതിന്റെ ആശയങ്ങൾ നമ്മൾ ആദ്യം പഠിക്കണം, എന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കണം. അല്ലാഹു ബോധം നൽകട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ പിന്നെ അക്കൗണ്ടുകൾ, ഇങ്ങനെയുള്ള ആളുകൾ വിദ്വേഷങ്ങൾ പരത്തുന്ന, സമൂഹത്തിൽ ഉപകാരമില്ലാത്ത ഇങ്ങനത്തെ പരത്തുന്ന ആളുകളുടെ ഈ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ യൂട്യൂബ് ചാനലും മറ്റുമൊക്കെ സത്യം പറഞ്ഞാൽ പൂട്ടി വലിച്ചെറിയണം എന്നുള്ളതാണ്.